എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ റെസിപ്പി സൺലൈറ്റ് പിക്കിളാണ്. ഇതിൽ തീരെ വെളിച്ചെണ്ണയോ വിനാഗിരിയോ ഒന്നും ചേർക്കാതെ നമ്മൾ സൺലൈറ്റ് മാത്രം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പിക്കിളാണ്. അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ നാരങ്ങ വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയൊരു പിക്കിളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ പ്രത്യേകത, ഇതിൽ ഞാൻ തീരെ നമ്മൾ ഓയിലൊന്നും ചേർത്തുന്നില്ല, വിനാഗിരി ചേർത്തുന്നില്ല. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഈ നാരങ്ങ കട്ട് ചെയ്ത് ഇതിൻ്റെ കുരുവൊക്കെ മാറ്റി ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് എടുക്കാം. നമ്മൾ ഇതേപോലെ ചെറിയ പീസുകളായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത് മാറ്റിക്കളയാം. നമ്മൾ നാരങ്ങയെല്ലാം ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തു വെച്ച എല്ലാ നാരങ്ങയും, ഇത് 1 കിലോ നാരങ്ങയിലും കൂടുതലുണ്ട്. ഞാൻ എല്ലാതും ഇതുപോലെ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുരും എല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നല്ല ഗ്ലാസ് ബോട്ടിലുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് എന്തിൻ്റെങ്കിലും ചീസോ അല്ലെങ്കിൽ പീനട്ട് ബട്ടർ എന്തെങ്കിലും മേടിച്ചിട്ടുള്ള ബോട്ടിലുകളാണ്. അതിൻ്റെ ലേബൽ നമ്മൾ ഇളക്കി കളയണം. അങ്ങനെ പ്ലെയിൻ ഗ്ലാസ് ആയിരിക്കണം. നമുക്ക് നന്നായിട്ട് അടച്ച് മൂടി വയ്ക്കാൻ പറ്റിയ ഇങ്ങനത്തെ കണ്ടെയ്നറുകളായിരിക്കണം നമ്മൾ ഇട്ട് വയ്ക്കാൻ പോകുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ കുറച്ച് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പച്ചമുളകിലേക്ക് കാന്താരി മുളക് ഇടാം. ഞാൻ ആദ്യമൊക്കെ കാന്താരി മുളക് ഇട്ടിട്ടാണ് ഇത് ചെയ്യാറ്. ഇപ്പോൾ കാന്താരി മുളക് ഇവിടെ അവൈലബിൾ അല്ല. അപ്പോൾ ഞാൻ നല്ല എരിവുള്ള പച്ചമുളക് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇടുന്നത് കാണിച്ചു തരാം. നമ്മളിനി ചെയ്യാൻ പോകുന്നത്, നമ്മൾ കുറച്ച് നാരങ്ങ എടുത്തിട്ട് നമ്മൾ ബോട്ടിലേക്ക് ഇടാണ്. നമ്മൾ ബോട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അല്പം ഉപ്പെടുത്തിട്ട് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ വിതറണം. ഇനി അല്പം പച്ചമുളക് ഇട്ട് കൊടുക്കണം. വീണ്ടും നമ്മൾ നാരങ്ങ ഒരു ലെയർ ഇട്ട് കൊടുക്കണം. അല്പം പച്ചമുളക് ഇടണം, ഉപ്പിടണം. വീണ്ടും നമ്മൾ ഉപ്പിടുന്നു, പിന്നെ അല്പം പച്ചമുളക് ഇടുന്നു. ഇങ്ങനെ നമ്മൾ ഓരോ ബോട്ടിലും ഇങ്ങനെ ഇതേപോലെ ലെയറാക്കിയിട്ട് നിറച്ചിട്ട് നമുക്ക് ഇത് അടച്ചു വയ്ക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ബോട്ടിലുകളിൽ ഈ നാരങ്ങ മുഴുവൻ ഇതേപോലെ ഞാൻ ലെയറായിട്ട് ഇട്ടിട്ട് നമ്മളിത് നന്നായിട്ട് ഇത് അടച്ചിട്ട് നമ്മൾ വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ വെറും എയർ കണ്ടെയ്നർ നന്നായിട്ട് അടച്ചിട്ട് നമ്മൾ പുറത്ത് വെയിലത്താണ് ഇത് വെക്കേണ്ടത്. വെയിലത്ത് ഞാനിത് ബാൽക്കണിയിൽ വെയിലത്ത് കൊണ്ടുവയ്ക്കാൻ പോവുകയാണ്. ഇത് നമ്മൾ തുറക്കാൻ പാടില്ല. ഒരാഴ്ച കഴിയുമ്പോൾ നമ്മളിത് നന്നായിട്ട് ഇങ്ങനെ കുലുക്കി കൊടുക്കണം. അത്രമാത്രം നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ നമുക്കിത് ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമുക്കിതിൻ്റെ റിസൾട്ട് ശരിക്കും കിട്ടുക. അപ്പോൾ ഞാനിത് ഈ ബോട്ടിലുകൾ നിറച്ചിട്ട് ഞാൻ ഇത് വെയിലത്ത് കൊണ്ടുവയ്ക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 3 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പം നമ്മൾ എടുത്തു വെച്ച ആ നാരങ്ങ അരിഞ്ഞ് നുറുക്കി വെച്ച നാരങ്ങ മുഴുവൻ ഞാൻ ഇതേപോലെ ഒരു 5-6 ബോട്ടിലുകളിലാക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ തീരെ ഇതിൽ വെള്ളം നനവോ ഒന്നും പാടില്ല. കുപ്പി നന്നായിട്ട് ഉണക്കി നമ്മൾ ചൂടാക്കി കംപ്ലീറ്റ് അത് തീരെ വെള്ളമില്ലാത്തൊരു അവസ്ഥയിലായിരിക്കണം നമ്മൾ ഇങ്ങനെ ലെയറായിട്ട് നമ്മൾ നാരങ്ങ ഇടേണ്ടത്. അപ്പം ഞാനൊരു ലെയർ നാരങ്ങ, പിന്നെ ഒരു ലെയർ ഉപ്പ്, പിന്നെ പച്ചമുളക്, നാരങ്ങ, അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിത് നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. ഇനി നമുക്കൊരു ഓരോ ആഴ്ച കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന്
നമ്മളതൊന്നും ബോട്ടിൽ തുറക്കരുത്, കുലുക്കിയിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരാഴ്ച കഴിഞ്ഞിട്ട്, അങ്ങനെ നമുക്കൊരു 3 ആഴ്ച കഴിഞ്ഞിട്ട് ഇതിന് എന്തായാലും നോക്കാം. ഇപ്പം ഞാൻ ഇട്ട് വെച്ചിരിക്കുന്ന ഈ നാരങ്ങയുടെ ഇതുകൾ ഞാൻ ഒരാഴ്ച പുറത്ത് വെച്ചിട്ടുള്ള റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. നമ്മൾ ഇത് ഇട്ട് വയ്ക്കുമ്പോൾ ഇത് ഫുള്ളായിരുന്നു, ഇതിൻ്റെ ഫുള്ളായിരുന്നു ഈ കുപ്പിയിൽ. ഇപ്പോൾ അത് വെയിൽ കൊണ്ട് നന്നായിട്ടത് ഒന്ന് ഡ്രൈ ആയി നന്നായിട്ടൊന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. അതിങ്ങനെ നമ്മൾ കുലുക്കി വയ്ക്കുക മാത്രം പാടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണത്. നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് വെച്ചത് അത് നന്നായിട്ട് വാടി എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഇങ്ങനെ മുക്കാൽ ഭാഗമായിട്ട് ഇരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ വെറുതെ ഇതുവരെ ഞാൻ തുറന്നിട്ടില്ല. ഇനി നമ്മൾ ഇപ്പോൾ ഇവിടെ ഞാൻ 3 ആഴ്ച എന്ന് പറഞ്ഞു, പക്ഷേ നമ്മൾ 3 ആഴ്ച വെക്കേണ്ട കാര്യമില്ല. കാരണം അത് വെയിലനുസരിച്ചാണ് 3 ആഴ്ചയാണോ 2 ആഴ്ചയാണോ വെക്കേണ്ടതെന്ന് പറയാം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണിത്. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് വാടി നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇപ്പോൾ ഇവിടെ ഗൾഫിൽ നല്ല ചൂടായ കാരണം കൊണ്ട് നമുക്ക് ഇനി ഒരാഴ്ച കൂടി വെച്ചാൽ മതി. ഇതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഒരുവിധം നന്നായിട്ടിത് വാടി നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് ഒരാഴ്ച കൂടി ഇപ്പോൾ നമ്മൾ ഒന്നും കൂടി വെയിലത്ത് വെക്കാൻ പോവാണ്. ഇപ്പം ഞാൻ എല്ലാ കുപ്പികളും ഇവിടെ നമ്മൾ ബാൽക്കണിയിൽ നല്ല വെയിലുണ്ട്. അപ്പോൾ ഞാൻ നല്ല വെയിലത്ത് വെച്ചിരിക്കുകയാണത്. നല്ല വെയിലുണ്ടെങ്കിൽ നമുക്കിത് 2 ആഴ്ച ആകുമ്പോഴേക്കും നന്നായിട്ട് കഴിക്കുന്ന പാകത്തിലാവും. അപ്പോൾ ഞാൻ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് അത് എടുത്തിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ 2 ആഴ്ച കഴിഞ്ഞു. നമ്മൾ വെയിലത്ത് വെച്ച നമ്മൾ ഓരോ അച്ചാർ കുപ്പികൾ നമ്മളെടുത്ത് നമ്മളതെല്ലാതും ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇടുകയാണ്. നല്ല കളറൊക്കെ മാറി നല്ല കാണുമ്പോൾ തന്നെ നല്ല അറിയാൻ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിതിൽ ഇപ്പോൾ ഉപ്പും മുളകും മാത്രമേ പച്ചമുളകും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഞാൻ മുമ്പൊക്കെ ഞാനിതിലിടുമ്പോൾ ചിലപ്പോൾ ഇഞ്ചിയിലെ ഒരു കഷ്ണം വെളുത്തുള്ളിയൊക്കെ ഞാൻ ചിലപ്പോൾ ഇടാറുണ്ട്. അങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുള്ളൂ. അപ്പം നമ്മളിതിൽ യാതൊരു വക വെളിച്ചെണ്ണയോ എണ്ണയോ നല്ലെണ്ണയോ പിന്നെ വിനാഗിരിയോ ഒന്നും ചേർത്തിട്ടില്ല. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്യും. നല്ല വെയിലുണ്ടെങ്കിൽ നമുക്ക് ഇത് വളരെ സ്വാദോടു കൂടി നമുക്ക് ചോറൊക്കെ ഉണ്ടാകും. ഇത് നല്ല നമ്മളൊരു കൈ കൊണ്ടൊന്ന് ഇങ്ങനെ തെറ്റിച്ച് കഴിഞ്ഞാൽ കണ്ട അത്രയും അത് സോഫ്റ്റായിട്ട് നന്നായിട്ട് അത് നമുക്ക് കൈ കൊണ്ട് തന്നെ അത് വിടർത്താൻ പറ്റുന്നുണ്ട്.